റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പഴയ നോട്ടുകൾ എന്താണ് ചെയ്യുന്നത്? പഴയ ഉപയോഗശൂന്യമായ നോട്ടുകൾ പണ്ടൊക്കെ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിട്ട് നശിപ്പിക്കുകയോ ആയിരുന്നു പതിവ്. പക്ഷേ ഈ നിലപാടാണ് ഇപ്പോൾ മാറുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയൊരു മാതൃക അവതരിപ്പിക്കുകയാണ്. പഴയ നോട്ടുകൾക്ക് പുനർജന്മം നൽകുന്ന മാതൃക. അത് കേരളത്തിലാണ് എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്. RBIയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പദ്ധതിയിൽ പരിസ്ഥിതി സംരക്ഷണവും വ്യാവസായിക ഉൽപാദനവും ഒരുമിച്ച് കൊണ്ടുള്ള മാതൃകാ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. കണ്ണൂരിലെ വെസ്റ്റേൺ ഇന്ത്യ എന്ന പ്ലൈവുഡ് സ്ഥാപനമാണ് ഈ പദ്ധതിയുടെ മുഖ്യ പങ്കാളി. RBI വിവിധ യൂണിറ്റുകളിൽ നിന്ന് ശേഖരിക്കുന്ന പഴയ കറൻസി നോട്ടുകൾ ഈ ഫാക്ടറിയിലേക്ക് അയക്കുന്നു. നോട്ടുകൾ ഹാൻഡ്ബോർഡായി പുനർജന്മം നേടുന്നു. പഴയ നോട്ടുകൾ പൾപ്പാക്കി മാറ്റുന്നു. അത് മരപ്പൾപ്പിനൊപ്പം ചേർത്താണ് ഹാൻഡ്ബോർഡ് എന്ന ഉൽപ്പന്നം നിർമ്മിക്കുന്നത്. ഹാൻഡ്ബോർഡ് ഇന്ന് വലിയ ഡിമാൻഡുള്ള ഒരു വ്യാവസായിക ഉൽപ്പന്നമാണ്. അലമാര, മേശ, ഷെൽഫ് തുടങ്ങിയ നിരവധി ഫർണിച്ചറുകൾക്ക് ഇത് ഉപയോഗിക്കുന്നു. പണത്തിന്റെ ജീവിതം ഇവിടെ വീണ്ടും പുനരാരംഭിക്കുന്നു. വിലയില്ലെന്ന് കരുതുന്ന നോട്ടുകൾ ഇനി വീടുകളിൽ ആകർഷകമായ ഫർണിച്ചറുകളായി എത്തുന്നു. പണം കത്തിച്ചാൽ വായുവിൽ വിഷവാതകങ്ങൾ കലരാം. മണ്ണിൽ കുഴിച്ചിട്ടാൽ മണ്ണിന്റെ ഗുണനിലവാരം നശിക്കാം. ഈ പുതിയ പദ്ധതി പരിസ്ഥിതിയെ സംരക്ഷിക്കാനും പാഴ്വസ്തുക്കൾക്ക് ഉപയോഗം കണ്ടെത്താനും സഹായിക്കുന്നു. നോട്ടുകൾ പൾപ്പാക്കുന്നതിന് കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നു. നോട്ടിന്റെ യഥാർത്ഥ രൂപം പൂർണ്ണമായും മാറ്റപ്പെടുന്നു. ഇതിന്റെ എല്ലാ ഘട്ടങ്ങളിലും RBI ആണ് നേരിട്ട് നിയന്ത്രണം വഹിക്കുന്നത്. പിന്തുടരേണ്ട എല്ലാ നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസരിച്ചാണ് പ്രവർത്തനം. കേരളത്തിൽ ആരംഭിച്ച ഈ പദ്ധതിയെ RBI ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി മറ്റ് ഹാൻഡ്ബോർഡ് ഫാക്ടറികളുമായി ധാരണകൾക്കായി ശ്രമങ്ങൾ നടക്കുന്നു. ഒരു വസ്തുവിന്റെ ഉപയോഗം തീരുന്നുണ്ടെന്ന് തോന്നിയാലും അതിന് വീണ്ടും ഉപയോഗം കണ്ടെത്താൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് RBI. നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും പണം ഇനി ഫർണിച്ചറുകളായി കാണാനാകും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.